ഇനി നമുക്ക് ദുആയാണ് ചെയ്യേണ്ടത്. സാധാരണമായി 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. റജബ് മാസം, പവിത്രമായ പുണ്യമാസം നമ്മോട് വിട പറയാൻ അടുക്കുകയാണ്. റജബ് മാസം വിട പറയുമ്പോൾ ലോകത്തുള്ള സത്യവിശ്വാസികളുടെ കൃത്തടങ്ങളിൽ മായാതെ മറയാതെ എന്നെന്നും നാം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും അതുല്യവും അവർണ്ണനീയവുമായ ഒരു മുഹൂർത്തം. ഈ മാസത്തിന്റെ 27-ാം രാത്രിയിലാണ് പ്രവാചക ചക്രവർത്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവശക്തനും സർവാധിനാഥനും ത്രിതകാലജ്ഞാനിയുമായ സ്നേഹനിധിയായ അല്ലാഹുവുമായി 7-ാം ആകാശവും സിദ്റത്തുൽ മുൻതഹ സ്പേസും സൂപ്പർ സ്പേസും അതിനും അപ്പുറത്ത് ലോകത്തുള്ള ഒരു സൃഷ്ടിയും കടന്നില്ലാത്ത ഏറ്റവും വളരെ സ്വകാര്യമായ ഒരു ഉന്നതമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് സൃഷ്ടാവായ അല്ലാഹുവുമായി ഹബീബായ നബി അഭിമുഖം നടത്തി നേർക്കുനേർ കണ്ടുമുട്ടി മടങ്ങി വന്ന ഏറ്റവും അനുഭൂതിദായകമായ അനർഘ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ മാസമാണ് റജബ് മാസം. അള്ളാഹുവിന്റെ കോടിക്കണക്കിന് ചരാചരങ്ങളിൽ നിന്ന് സൃഷ്ടാവായ അള്ളാഹുവിനെ നേർക്കുനേർ കണ്ടുമുട്ടിയ ഒരേ ഒരു ശക്തി, ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിന് ആ സൗഭാഗ്യം ലഭിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മജ്‌ലിസിന്റെ അനുഗ്രഹീതമായ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ആ സൗഭാഗ്യം സാധുക്കളായ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നാമായി ബന്ധപ്പെട്ട നമ്മുടെ രക്ഷിതാക്കൾ ഗുരുനാഥന്മാർ നമുക്കെല്ലാവർക്കും ആ സന്തോഷം, ആ അനുഭൂതി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കാണുക എന്നത്, സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യമായി പരിശുദ്ധ ഇസ്ലാം കാണുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടാൽ പോരാ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കാണണം. ആ അള്ളാഹുവും റസൂലുമാണ് വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ എന്നെന്നും മായാതെ മറയാതെ എന്നെന്നും ഓർക്കുകയും സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യേണ്ടുന്ന ആ അത്യുന്നത വ്യക്തിത്വങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവും പ്രവാചകനുമാണ്. അള്ളാഹുവിന്റെ നേർക്കുനേർ കാണുക എന്ന അനുഭൂതി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചു. ഇസ്രായേലിന്റെയും മിഅ്റാജിന്റെയും ഈ രാത്രികളിൽ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ പ്രവാചക സമുദായത്തിന് പഠിപ്പിച്ചു തന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാരികയിൽ വായിക്കാനിടയായി ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവർ പറയുന്നത്, ഈ മാസത്തിലെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു രാത്രി, ഈ രാത്രിയിൽ പ്രവാചകന് കുറെ പ്രത്യേകമായ ചില വെളിപാടുകൾ ഉണ്ടായി എന്നാണ്. വെളിപാടുകളും സ്വപ്നാടനവും അല്ലെങ്കിൽ സ്വപ്നദർശനവുമായിരുന്നില്ല ഇസ്രായും മിഅ്റാജും എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും അതുപോലെ പ്രാമാണിക പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ട് ലോകത്തുള്ള വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. റജബിന്റെ 27-ാം രാത്രി മക്കയിൽ കിടന്നുറങ്ങുന്ന പ്രവാചകനെ പാതിരാവിൽ പ്രവാചകനെ കാണുന്നില്ല. പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് ആ ഹറം ശരീഫിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പ്രവാചകനെ അന്വേഷിക്കുകയാണ്. എവിടെ പോയി അല്ലാഹുവിന്റെ റസൂൽ? ആ സന്ദർഭത്തിലാവട്ടെ ഖദീജ റളിയല്ലാഹു തആല അൻഹ വേർപാടുകൊണ്ട് ഖദീജ ബീവിയുടെ വേർപാടിനാൽ വളരെയധികം ദുഃഖിതനാണ് പ്രവാചകൻ. തന്റെ എല്ലാമായ രക്ഷകനായ അബൂ താലിബ് തന്നെ വേർപിരിഞ്ഞിട്ടുള്ള ദുഃഖത്തോടുകൂടെ വിഷമിച്ചിരിക്കുമ്പോഴും പ്രവാചകനെ പിടികൂടുവാനും അതോടൊപ്പം തന്നെ വകവരുത്തുവാൻ വിവിധ സംഘങ്ങൾക്ക് കൊട്ടേഷൻ നൽകപ്പെട്ട സാഹചര്യം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പ്രവാചകനെ പാതിരാവിൽ കാണുന്നില്ല. പരിസരം മുഴുവൻ അന്വേഷിക്കുക. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലും ഈ വാർത്തയെത്തി. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പരിസരം മുഴുവൻ അന്വേഷിച്ചു പറക്കിയിട്ടും അല്ലാഹുവിന്റെ റസൂൽ എങ്ങും കാണുന്നില്ല.
ഈ സന്ദർഭത്തിൽ തൊട്ടടുത്തുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു തആല വിളിച്ചു ചോദിച്ചുവത്രേ, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, നീ എവിടെയാണ്, നീ എവിടെയാണ്? അവിടെ നിന്നും എത്രയോ മാസങ്ങളോളം യാത്ര ചെയ്ത് എത്തേണ്ടുന്ന ബത്ലഹേം എന്ന് പറയുന്ന, ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബിലയായ ബൈത്തുൽ മുഖദ്ദസ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലബ്ബൈക്, ഞാൻ എവിടെയുണ്ട് ഇപ്പോ? ഞാൻ ബൈത്തുൽ മുഖദ്ദസിലാണുള്ളത്. നീ എപ്പോഴാണ് അങ്ങോട്ട് പോയത്? ഞാൻ ഇപ്പോഴും ഇവിടെ എത്തിയതേ ഉള്ളൂ. നീ എങ്ങനെയാണ് പോയത്? കൂടെ ആരെയാണ്? കൂടെ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമുമാണ് കൂടെയുള്ളത്. നിനക്ക് വല്ല പ്രയാസവും അവിടെയുണ്ടോ? ഇല്ല, മാസാബനെ ഇല്ല ഖൈർ, നന്മയല്ലാതെ സന്തോഷമല്ലാതെ എനിക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ കാലമങ്ങനെ ടെലിഫോൺ ഇല്ലാതെ, മൊബൈൽ ഇല്ലാതെ, ടെലക്സ് ഇല്ലാതെ, അത്യന്താധുനിക ഇൻഫർമേഷൻ ടെക്നോളജികൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാലമകൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അവരുടെ തബഖാത്തുൽ കുബറയിൽ 1-ാം വാല്യം 214-ാമത്തെ പേജിൽ ഈ സംഭവം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന അബ്ദി എന്ന ശബ്ദം തന്നെ അല്ലാഹുവിന്റെ റസൂലുണ്ടായ കേവല വഴിപാടുകളെല്ലാം സ്വപ്നാർത്ഥമല്ല. ഈ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബോഡിയും ആത്മാവും ഒത്തുതന്നെ ഈ യാത്രയിൽ പിന്തുടർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് മറ്റ് തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല. ഏഴാകാശവും അത് മറ്റു പല പരിസരങ്ങളും സ്വർഗ്ഗവും നരകവും അതുപോലെ സൃഷ്ടാവായ അല്ലാഹു തആല ഒട്ടനവധി വിസ്മയകരമായ ആശ്ചര്യജനകമായ നിരവധി സംഭവങ്ങൾ പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത ഈ യാത്ര വല്ലാത്ത അതുല്യമായ അവർണ്ണനീയമായ ഒരു സ്റ്റഡി ടൂറായിരുന്നു പ്രവാചകൻ നടത്തിയത്. തിരിച്ചു വന്നിട്ട് ആ യാത്രയിലാണല്ലോ 5 വഖത്ത് നമസ്കാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 50 വഖത്തായിരുന്നു. കഥ പറയാൻ സമയമില്ല, അതിനെ കുറച്ച് 5 വഖത്താക്കി. നിസ്കാരത്തിന്റെ എണ്ണത്തെ കുറിച്ച് വന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹായത്തോടു കൂടെ എണ്ണമേ കുറിച്ചിട്ടുള്ളൂ, അതിന്റെ പ്രതിഫലം കുറിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല ഓഫർ നൽകുകയും ചെയ്തു. ഓരോ ആകാശഗംഗയിലും മഹാരഥന്മാരായ പ്രവാചകന്മാർ, മഹാനായ മൂസാ നബിയും അതുപോലെ ഇബ്രാഹിം നബിയും യഹ്യ നബിയും ഇദ്രീസ് നബിയും പോലുള്ള പ്രവാചകന്മാർ കോടിക്കണക്കിന് മലക്കുകളോടൊപ്പം പ്രവാചകനെ വരവേറ്റ സംഭവങ്ങൾ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ സൃഷ്ടാവായ അല്ലാഹു തആലയെ ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത ഉന്നതമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രത്യേകമായ സ്ഥലമെത്തിയപ്പോൾ ജിബ്രീൽ അങ്ങ് മാറിയത്രേ. എന്നിട്ട് പറഞ്ഞു, അല്ലയോ നബിയെ, എനിക്കിനി അങ്ങോട്ട് പ്രവേശനമില്ല, അങ്ങ് തന്നെ കയറിക്കൊള്ളുക. ആരാരുമില്ലാത്ത അദൃശ്യ ലോകത്ത്, ആരാരുമില്ലാത്ത ആ ശൂന്യാകാശ ലോകത്ത് വെച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ അടിയും ചവിട്ടി ചവിട്ടി മേലോട്ട് കയറുമ്പോ സർവശക്തനായ സ്നേഹനിധിയായ അല്ലാഹുവിന്റെ ശബ്ദം, പേടിക്കരുത് നബിയെ, അങ്ങ് ഭയപ്പെടേണ്ടതില്ല. എന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഏറ്റവും അതുല്യമായ ഒരു സൗഭാഗ്യം അങ്ങേക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ എന്റെ സമക്ഷത്തിലേക്ക് അങ്ങയെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ അല്ലാഹ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമുക്ക് വെള്ളവും വെളിച്ചവും വായുവും ആരോഗ്യവും ഭൗതിക ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ സകലമായ സുഖാസ്വാദന വിഭവങ്ങളെങ്കിലും ഒരുക്കി തന്ന സർവശക്തനും സർവാധിനാഥനും മഴ വേണമെന്ന് ചോദിക്കുമ്പോൾ മഴ തരാനും, കോരിച്ചൊരിയുന്ന മഴയെ അല്പം മഴ നിർത്തിത്തരണം, ഞങ്ങളെ വിഗ്രഹിക്കുകയാണെന്ന് പറയുമ്പോൾ നിർത്തിത്തരാനും ഒക്കെ നമ്മോട് കരുണ കാണിക്കുന്ന കാരുണ്യമായ സ്നേഹനിധിയായ സർവശക്തനായ അല്ലാഹു തആല ആ സൃഷ്ടാവായ അല്ലാഹുവിനെ നേർക്ക് നേരെ കണ്ടപ്പോ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും ഉന്നതനെന്ന തക്ബീർ ചൊല്ലി അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഒരു രാജാവിന്റെ മുമ്പിൽ പ്രജകൾ സമർപ്പിക്കുന്നത് പോലെ, യജമാനന്റെ മുമ്പിൽ അടിമ സമർപ്പിക്കുന്നത് പോലെ, യജമാനായ സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിൽ അടിമയായ പ്രവാചകൻ സകലം സമർപ്പിക്കുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എല്ലാ തിരുവൽക്കാഴ്ചകളും, എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ നന്മകളും സൃഷ്ടാവായ അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഞാൻ ഇതാ കാണിക്കയായി സമർപ്പിക്കുന്നു, നിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കുന്നു തമ്പുരാനെ എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ ആ അദൃശ്യ ലോകത്തിൽ വെച്ചുകൊണ്ട് സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചപ്പോ
കാരുണ്യവാനായ അല്ലാഹു പ്രവാചകനെ ആശീർവദിക്കുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പ്രവാചകനെ പേര് വിളിക്കുന്നില്ല. ഒരു പ്രവാചകനെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സ്നേഹവും കരുണയും അവന്റെ പ്രത്യേകമായ തിരുമുൽക്കാഴ്ചയും എല്ലാം അങ്ങയുടെ മേൽ സദാ ചെറിയട്ടെ നബിയേ എന്ന് തന്റെ സമക്ഷത്തിലേക്ക് വിളിച്ചു വരുത്തിയ പ്രവാചകനെ അല്ലാഹു തആല ആശീർവദിക്കുമ്പോ സൃഷ്ടാവായ അല്ലാഹുവിനെ കണ്ടുമുട്ടിയ മാത്രയിൽ പ്രവാചകനാവുന്ന മനുഷ്യന്റെ ശരീരത്തിൽ കോടിക്കണക്കിന് ദോഷങ്ങളും രോമകൂപങ്ങളും മുഴുവനും ആ അനുഭൂതിദായകമായ അനർഘമായ നിമിഷത്തിൽ എല്ലാം മതിമറന്നുകൊണ്ട് നിർവൃതിയിരിക്കുമ്പോ എല്ലാം മറന്നുപോവുകയാണ്. ഭാര്യയെയും മക്കളെയും ഈ ലോകത്തെ തന്നെയും മറന്നുകൊണ്ട് സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം മറന്നുകൊണ്ട് നിന്ന പ്രവാചകൻ അല്ലാഹുവിന്റെ മുമ്പിൽ സകലം സമർപ്പിച്ചപ്പോ അല്ലാഹു തആല പ്രവാചകനെ പ്രത്യേകം പ്രശംസിച്ചുകൊണ്ട് പ്രത്യേകമായ ആശീർവാദങ്ങൾ ചൊരിഞ്ഞപ്പോ എല്ലാവരെയും മറക്കുന്ന ആ ലോകത്ത് വെച്ചുകൊണ്ട് അങ്ങനെ മദീന മുനവ്വറയിൽ കിടക്കുന്ന നമ്മുടെ ജീവന്റെ ജീവനായ ചങ്കില ചേരയായ ആമിനാബിയുടെ മുത്തുമോൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധിക്കാരിയായ തെമ്മാടിയായ എന്നെ ഓർത്തില്ലേ, നിങ്ങളെ ഓർത്തില്ലേ? ഈ ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികളെയും പ്രവാചകൻ ആകാശത്തിൽ വെച്ചുകൊണ്ട് എത്തുപോയി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഓ നബി, അല്ലാഹുവേ, നിന്റെ പ്രത്യേകമായ തിരുമുൽക്കാഴ്ചയും നിന്റെ പ്രത്യേകമായ ആശീർവാദവും പൊരുത്തവും നിന്റെ അനുഗ്രഹങ്ങളും സാധുവായ എന്റെ പേരിലുണ്ടായാൽ പോരാ. എന്റെ മാർഗം നീ പഠിപ്പിച്ചു തന്ന മാർഗം, ഈ മാർഗം പിൻപറ്റിക്കൊണ്ട് ലോകാവസാനം വരെ ജീവിക്കുന്ന കൊടുങ്ങല്ലൂർ നിവാസികളായ JDCയിൽ കാവിരിയ മദ്രസയിൽ പങ്കെടുക്കുന്ന ലോകത്തിൽ ബോധമുള്ള സത്യവിശ്വാസികൾ സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് മുഴുവനും നിന്റെ പ്രത്യേകമായ കാരുണ്യവും നിന്റെ പ്രത്യേകമായ സ്നേഹവും നിന്റെ പ്രത്യേകമായ ഔദാര്യവും സ്നേഹവും എന്നെന്നും ഉണ്ടാവണേ തമ്പുരാനെ എന്ന് നമുക്ക് വേണ്ടി ആകാശത്തിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തു പോയ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കേട്ടുകൊണ്ട് അർശിനെ വഹിച്ചു കൊണ്ടിരുന്ന മലായികത്തുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ ഷഹാദത്ത് കലിമയുടെ തൗഹീദിന്റെ വിശ്വാസദാർഢ്യത ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നാം നിർബന്ധമായി ചെയ്യുന്ന ഈ യാത്രയിൽ നമുക്ക് ഔദാര്യമായി ലഭിച്ച ഗിഫ്റ്റായി ലഭിച്ച നിസ്കാരത്തിലെ നിർബന്ധിതമായ അത്തഹിയ്യാത്ത് എന്ന് പറയുന്നത് സൃഷ്ടാവായ അല്ലാഹുവും പ്രവാചകനും കൂടിയുള്ള അഭിമുഖമാണ് എന്നതാണ് പണ്ഡിത മതമെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, ഈ റജബിന്റെ വിട പറയാൻ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ലിഖാൽ, അല്ലാഹുവിന്റെ ലിഖാൽ പ്രത്യേകം പരാമർശിക്കുന്ന അല്ലാഹുവിന്റെ പേരിൽ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ ഈ പുണ്യമായ സദസ്സിൽ നമുക്ക് അല്ലാഹുവിനോട് വരമൊരുങ്ങി ദുആ ചെയ്യാം. അല്ലാഹുവേ, നിന്റെ ലിഖാൽ കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനേ എന്ന് അതിന്റെ ദുആയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ അല്ലാഹു തആല പ്രത്യേക റസൂലുള്ള പറഞ്ഞെന്താ, സുബഹി നമസ്കാരം കഴിഞ്ഞു. രാത്രിയുടെ ഏതാനും യാമങ്ങളിലാണ് ഇത്രയും സുദീർഘമായ ഒരു സ്റ്റഡി ടൂർ പ്രവാചകൻ നടത്തിയത്. രാത്രി രാവിലെ സുബഹി നമസ്കാരത്തിന് പ്രവാചകൻ പള്ളിയിലുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലെ രാത്രി ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോ സഹാബിയുടെ മുഖത്തൊക്കെ എന്തൊരു പ്രകാശമാ. ചോദിക്കുന്നു, ഓ നബിയേ, നമ്മുടെ അല്ലാഹുവിനെ അങ്ങ് കണ്ടില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ സൃഷ്ടാവ്? എങ്ങനെയുണ്ട് നമ്മുടെ അല്ലാഹു? നമ്മുടെ അല്ലാഹുവിന്റെ ആ വചനം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ പ്രവാചകന് കഴിയുമോ? ഇല്ല. കാരണം എന്താ? അല്ലാഹുവിന് തത്തുല്യമായി ഒന്നുമില്ല. അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണെന്ന് ഖുർആനിലെ